ആദ്യം റിപ്പോർട്ടർ ഇപ്പോൾ ബ്രേക്ക് ചെയ്തൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അന്വേഷണ ഉത്തരവ് ഉടൻ വിജിലൻസിന് കൈമാറും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധറാണ്. റിനു ശ്രീധർ തത്സമയം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. റിനു ശ്രീധർ, നമ്മൾ നേരത്തെ വിജിലൻസ് അന്വേഷണം എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാർ ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഇപ്പോൾ ഒരു ഭാഗത്ത് CPIയും RJDയും അടക്കമുള്ള ഘടകകക്ഷികൾ നിലപാട് ഘടിപ്പിക്കുന്നു. PV അൻവർ വീണ്ടും ഇന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ കത്ത് നൽകുകയും കൂടി ചെയ്തിരിക്കുന്നു. CPMഉം സർക്കാരും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരിക? അരുൺകുമാർ, ഒടുവിൽ മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ADGPക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ശുപാർശ നൽകുന്നത്. ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ സമയം വരെയും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാഥമിക ഒരു പരിശോധനയൊക്കെ തന്നെ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നടത്തി. അതിനുശേഷം വിജിലൻസ് ADGP യോഗേഷ് ഗുപ്ത കൃത്യമായി തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ലീവിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചെത്തിയതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ കണ്ട ഈ ഒരു പ്രാഥമിക വിവരം ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ DGPയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ADGPക്കെതിരെ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ആര് നടത്തും അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് നൽകാൻ കഴിയുക. അത് വരും സമയങ്ങളിൽ ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DGP അതായത് ADGPക്ക് ഈ വിജിലൻസിന്റെ മേധാവിക്ക് കൈമാറുമെന്നുള്ള വിവരമാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് അന്വേഷിക്കുക. അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം അടക്കമുള്ള 5 കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒടുവിൽ CPMഉം അല്ലെങ്കിൽ LDFിനകത്തെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത നമുക്കറിയാം. ഈ ADGPക്കെതിരെ അന്വേഷണം നടത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒടുവിൽ എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെയുണ്ട്. 2 അന്വേഷണം അദ്ദേഹം നേരിടുകയാണ്. DGPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. 5 അംഗ പ്രത്യേക ടീമാണ് അത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഇതാ വിജിലൻസിന്റെ ഒരു അന്വേഷണം കൂടി ADGP MR അജിത് കുമാറിനെതിരെ എത്തുന്നു. അപ്പോഴും അദ്ദേഹം ക്രമസമാധാനത്തിന്റെ അതായത് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ വിജിലൻസ് ഇപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് എന്നുള്ളതാണ്. പക്ഷേ ADGPക്കെതിരെ എന്തുകൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും അത് ചർച്ച ചെയ്യുന്നത് നേരത്തെ ഒക്കെ തന്നെ നമ്മൾ നൽകിയ ഒരു കാര്യമാണ്. LDFിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഭിന്നത മുഖ്യമന്ത്രിക്കെതിരെയും CPMനെതിരെയും ഉയർന്നു വന്നൊരു സാഹചര്യം. RJDയും അതുപോലെ തന്നെ CPI അടക്കം ഇന്നും വലിയ രീതിയിൽ മുഖപത്രത്തിൽ അടക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും അവസാനം ഇപ്പോൾ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏത് രീതിയിലായിരിക്കും അന്വേഷണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും സമയങ്ങളിൽ അറിയാം. എന്തായാലും ADGP അതായത് വിജിലൻസ് ADGP യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ റിനു, ഒരു കാര്യം കൂടി. നിലവിൽ വിജിലൻസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ അപ്പോഴും ക്രമസമാധാന ചുമതലയിൽ ADGP തുടരും. അങ്ങനെ ക്രമസമാധാന ചുമതലയിൽ തുടർന്നുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തെ നേരിടും. അതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ? തീർച്ചയായും അസാധാരണമായിട്ടുള്ളൊരു നടപടിയാണ്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ സുജിത് ദാസിനെതിരെ എടുത്തൊരു നടപടി മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് ആക്കിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് പോകും. പക്ഷേ ആരോപണം മാത്രമാണ് PV അൻവർ അടക്കമുള്ളവർ നൽകിയത്, തെളിവടക്കം നൽകിയെന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. പക്ഷേ ഈ സസ്പെൻഷനിലേക്ക് മാറ്റി നിർത്തുക അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് പോകുന്നതിനപ്പുറം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ
വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഇനി ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനമായും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തുമോ എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം കൂടി നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോലും കഴിഞ്ഞ LDF യോഗത്തിൽ പറഞ്ഞത് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കാം, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതനുസരിച്ചായിരിക്കും ഇനിയുള്ള നീക്കമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിജിലൻസിന്റെ കൂടി ഒരു അന്വേഷണം ഒരു ഉദ്യോഗസ്ഥനെ എതിരെ നിൽക്കുമ്പോൾ ആ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ആ ചുമതലയിൽ തുടരും എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നാം നോക്കിക്കാണേണ്ടത്.